ആമിൽ അൽ റസൂൽ അധ്യായം 13. അന്ത്യോക്യയിലെ മഹല്ലിൽ മുഅല്ലിമീങ്ങളും നബിമാരുമായ ബാർനബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനേക്കാരൻ ലൂസിയോസ്, മലിക്കുൽ മുവാക്കത്തായ ഹെറോദേസിൻ്റെ കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നിവർ ഉണ്ടായിരുന്നു. അവർ റബ്ബിനെ ഇബാദത്ത് ചെയ്തും നോമ്പ് നോറ്റും ഇരിക്കുമ്പോൾ റൂഹുൽ ഖുദ്ദൂസ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അങ്ങനെ അവർ നോമ്പിനും ദുആക്കും ശേഷം അവരുടെ മേൽ കൈകൾ വെച്ച് പറഞ്ഞയച്ചു. റൂഹുൽ ഖുദ്ദൂസിനാൽ അയക്കപ്പെട്ട ബാർന്നബാസും ശൗലും സെലൂക്കിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമീസിലെത്തിയപ്പോൾ അവർ ജൂതരുടെ പള്ളികളിൽ അള്ളാഹുവിൻ്റെ കലിമയെക്കുറിച്ച് ഖുതുബ പറഞ്ഞു. അവർക്ക് മുസായിദ ചെയ്യാനായി യൂഹന്നയും ഉണ്ടായിരുന്നു. അവർ 3 പേരും ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു സിഹർ ചെയ്യുന്നവനെ കണ്ടുമുട്ടി. അവൻ ബറീസ എന്നു പേരുള്ള ജൂതനായ ഒരു നബി ദജ്ജാലായിരുന്നു. ഹാക്കിമും ബുദ്ധിമാനുമായ സെർജിയൂസ് പൗലോസിൻ്റെ ഒരു കൂട്ടാളിയായിരുന്നു അവൻ. സെർജിയോസ് പൗലോസ് അള്ളാഹുവിൻ്റെ കലിമ കേൾക്കാൻ ആഗ്രഹിച്ച് ബാർന്നബാസിനെയും ശൗലിനെയും വിളിച്ചു വരുത്തി. എന്നാൽ സിഹറുകാരനായ എലിമാസ്, ഈ പേരിൻ്റെ മാന സിഹറുകാരൻ എന്നാണ്, മൂമിനായ ഹാക്കിമിനെ ഈമാനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. അപ്പോൾ പൗലോസ് എന്ന പേരിലും വിളിക്കപ്പെട്ടിരുന്ന ശൗൽ റൂഹുൽ ഖുദ്ദൂസിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, ഇബ്ലീസിൻ്റെ മകനെ, സകല ഖൈറിനും എതിരായവനെ, ഷർറും ഹറാമും നിറഞ്ഞവനെ, റബ്ബിൻ്റെ സിറാത്തുൽ മുസ്തഖീമിനെ വികലമാക്കുന്നത് നീ നിർത്തുകയില്ലേ? ഇതാ റബ്ബിൻ്റെ കൈ ഇപ്പോൾ നിന്റെ മേൽ വീഴും. നീ അന്ധനായിത്തീരും. കുറേ കാലത്തേക്ക് സൂര്യനെ കാണാൻ നിനക്ക് സാധിക്കുകയില്ല. ഉടൻ തന്നെ തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വന്നു. കൈപിടിച്ചു നയിക്കാൻ അവൻ ആളുകളെ തിരിഞ്ഞുകൊണ്ട് നടന്നു. ഈ സംഭവിച്ചത് കണ്ട് ഹാക്കിം റബ്ബിൻ്റെ താലീമാത്തിനെക്കുറിച്ച് അജബിലാവുകയും ഈമാൻ അർപ്പിക്കുകയും ചെയ്തു. പൗലോസും സ്വദീഖുമാരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലിയയിലെ പെർഗായിലെത്തി. യൂഹന്ന അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവർ പെർഗായിൽ നിന്ന് പിസിദിയായിലെ അന്ത്യോക്യയിലെത്തി. യൗമുൽ സാബത്തിൽ അവർ ജൂതരുടെ പള്ളിയിൽ ചെന്ന് അവിടെ കുത്തിയിരുന്നു. തൗറാത്തും അമ്പിയാക്കളുടെ കിതാബും ഖിറാഅത്ത് ചെയ്തപ്പോൾ പള്ളിയിലെ ശൈഖുമാർ ആളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു, അഹുമാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് താലീം നൽകാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ബനൂ ഇസ്രായേലുകാരെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. ബനൂ ഇസ്രായേലിൻ്റെ ഇലാഹ് നമ്മുടെ ഉപ്പാപ്പമാരെ തിരഞ്ഞെടുത്തു. മിസ്രിൽ താമസിക്കുന്ന സമയത്ത് അവരെ അവനൊരു വലിയ ജമാഅത്താക്കി. തൻ്റെ കുതിരത്ത് കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. അവൻ 40 വർഷത്തോളം മരുഭൂമിയിൽ അവരെ സബൂറോടെ സഹിച്ചു. കാനാൻ ദേശത്ത് വെച്ച് 7 ജനതയെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി 450 ആണ്ടോളം ബനൂ ഇസ്രായേലിന് അവകാശമായി വീതിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം അവൻ ശൗമുയിൽ നബിയുടെ കാലം വരെ അവർക്ക് ഖാദിമാരെ നൽകി. പിന്നീട് അവർ ഒരു മലിക്കിനു വേണ്ടി തലബ് ചെയ്തു. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഈശിൻ്റെ പുത്രൻ ശൗലിനെ 40 ആണ്ടുവരേക്ക് അള്ളാഹു അവർക്ക് നൽകി. പിന്നെ അവനെ നീക്കിയ ശേഷം ദാവൂദിനെ അവരുടെ മലിക്കായി വാഴിച്ചു. അവനെക്കുറിച്ച് ഇപ്രകാരം ഷഹാദത്ത് ചെയ്തിരിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവൂദിൽ എൻ്റെ കൽബിനിണങ്ങിയ ഒരു ഇൻസാനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ മശീഹത്തെല്ലാം നിറവേറ്റും. അള്ളാഹു വാഗ്ദത്തം ചെയ്തതുപോലെ ദാവൂദിൻ്റെ വംശത്തിൽ നിന്ന് ബനൂ ഇസ്രായേലിന് രക്ഷകനായി ഈസയെ നൽകി. അവൻ്റെ വരവിന് മുമ്പ് യഹ്യ ബനൂ ഇസ്രായേലിനോടെല്ലാം തൗബയുടെ മൗമൂദിയെക്കുറിച്ച് വയലു പറഞ്ഞു. യഹ്യയുടെ ദൗത്യം അവസാനിക്കാറായപ്പോൾ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ വിചാരം? ഞാൻ അൽ മസീഹല്ല, എന്നാൽ എനിക്ക് ശേഷം ഒരാൾ വരുന്നുണ്ട്.
അവൻ്റെ ചെരുപ്പ് അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ഇഖ്വാനീങ്ങളെ, ഇബ്രാഹിമിൻ്റെ മക്കളെ, അള്ളാഹുവിനെ ഭയമുള്ളവരെ, നമ്മുടെ കരീബിലേക്ക് ഈ ഇഖ്ലാസിൻ്റെ കലിമ അയക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേം അഹലിൽപ്പെട്ടവരും അവരുടെ ഹാക്കിമുകളും ഇഖ്ലാസ് നൽകുന്ന അൽ മസീഹിനെയും എല്ലാ സാപത്തിലും ഖിറാഅത്ത് ചെയ്തു വരുന്ന നബിവചനങ്ങളും തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള കിതാബുൽ മുഖദ്ദിസ് കാമിലാക്കി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ ഇല്ലാതിരുന്നിട്ട് കൂടി അവനെ കൊല്ലണം എന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എഴുതിയിരുന്നതെല്ലാം കാമിലായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി ഖബറിൽ കബറടക്കി. എന്നാൽ അള്ളാഹു അവനെ മൗത്താരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനോടൊപ്പം ഗലീലിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും ളുഹൂറായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ ഷാഹിദുകളാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഇഞ്ചിയിൽ ഇതാണ്: അള്ളാഹു പിതാമഹന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദത്തം ഈസയെ ഉയർപ്പിച്ചുകൊണ്ട് മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. രണ്ടാം കിതാബുൽ മസാമിറിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ: നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. ഒരിക്കലും ഫസാദാക്കുന്നതിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മൗത്തായവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ അരുളി ചെയ്തു: ദാവൂദിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിയമത്തിൽ മുഖദ്ദിസത്ത് ആയ ബർക്കത്തുകൾ നിങ്ങൾക്ക് ഞാൻ തരും. മറ്റൊരു കിതാബുൽ മസാമിറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ്റെ ഖുദ്ദൂസുൽ ഇലാഹിനെ ഫസാദാക്കാൻ നീ അനുവദിക്കുകയില്ല. ദാവൂദ് തൻ്റെ തലമുറയിൽ അള്ളാഹുവിൻ്റെ മശീഹത്ത് നിറവേറ്റിയതിനു ശേഷം വഫാത്തായി. അവൻ പിതാക്കന്മാരോട് ചേരുകയും ഫസാദാക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു ഉയർപ്പിച്ചവനാകട്ടെ ഫസാദായില്ല. അതിനാൽ ഇഖ്വാനീങ്ങളെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് മഅ്ഫിറത്ത് ഏകിയിരിക്കുന്നത് ഇവനിലൂടെയാണ്. മൂസയുടെ തൗറാത്ത് വഴി നീതീകരണം ലഭിക്കാനാവാത്ത സകലത്തിൽ നിന്നും ഈമാൻ അർപ്പിക്കുന്നവർക്ക് അൽ മസീഹിലൂടെ നീതീകരണം ലഭിക്കും. അതുകൊണ്ട് നബിമാരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പരിഹസിക്കുന്നവരെ നോക്കുക, മദ്ഹൂസീനായി നശിച്ചു പോകുക. നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു അമല് ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു അമല്. ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സാപത്തിൽ വിവരിക്കണമെന്ന് പള്ളി വിട്ടു പോകുമ്പോൾ ആളുകൾ അവരോട് അപേക്ഷിച്ചു. പള്ളിയിലെ ഇജ്തിമാ പിരിഞ്ഞപ്പോൾ ജൂതരുടെ ദീനിലുള്ള പലരും പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും പിന്നാലെ പോയി. പൗലോസും ബർണബാസും അവരോട് സംസാരിക്കുകയും അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിലനിൽക്കാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. അടുത്ത സാപത്തിൽ അള്ളാഹുവിൻ്റെ കലിമ കേൾക്കാൻ മദീനയിലെ എല്ലാവരും തന്നെ കൂടിയിരുന്നു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ജൂതർ കിബിർ നിറഞ്ഞ് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ഫസാദ് പറയുകയും ചെയ്തു. പൗലോസും ബർണബാസും കുതിരത്തോടെ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ കലിമ ആദ്യം നിങ്ങളോട് സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ഹയാത്തുൽ അബ്ദിയക്ക് അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ ജൂതരല്ലാത്തവരിലേക്ക് തിരിയുന്നു. കാരണം റബ്ബ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു: ദുനിയാവിൻ്റെ അതിർത്തികൾ വരെ രക്ഷ എത്തിക്കുവാൻ ജൂതരല്ലാത്തവർക്ക് ഒരു വെളിച്ചമായി നിന്നെ ഞാൻ വെച്ചിരിക്കുന്നു. ഈ കലാം കേട്ടപ്പോൾ ജൂതരല്ലാത്തവർ സഹാദത്തിലായി അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മദ്ഹ് പറഞ്ഞു. ഹയാത്തുൽ അബദിയക്ക് നിയോഗം ലഭിച്ചവരെല്ലാം ഈമാൻ അർപ്പിക്കുകയും ചെയ്തു. റബ്ബിൻ്റെ കലിമ ആ നാട്ടിലെല്ലാം പരന്നു. എന്നാൽ ജൂതന്മാർ ഷരീഫത്തായതും ദീനീ ബോധമുള്ളതുമായ ഉറുമകളെയും മദീനയിലെ ഷെയ്ഖുമാരെയും എരികേറ്റി പൗലോസിനും ബർണബാസിനും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പൗലോസും ബർണബാസും തങ്ങളുടെ കാലിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. സ്വഹാബികൾ സഹാദത്തിലും റൂഹുൽ ഖുദ്ദൂസിനാലും നിറഞ്ഞവരായി തീർന്നു.